ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ എന്ന മൂവിയുടെ കഥയാണ്. കഥയിലെ നായകനായ പ്രഭേന്ദു ഒരു നമ്പൂതിരി കുടുംബത്തിലെ അംഗമാണ്. എന്നാൽ ഈ പൂജയും ആചാരമൊന്നും പ്രഭയ്ക്ക് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. കടുത്ത ദൈവവിശ്വാസി അല്ലാത്ത പ്രഭയുടെ സ്വപ്നം ഒരു വലിയ ഗിറ്റാറിസ്റ്റ് ആവുക എന്നതാണ്. പക്ഷെ സാഹചര്യങ്ങൾ അവനെ വീണ്ടും തന്റെ നാട്ടിലേക്ക് എത്തിക്കുന്നു. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന പ്രഭേന്ദു ഒടുവിൽ തന്റെ കസിനായ രൂപേഷിനൊപ്പം ചേർന്ന് ചെറിയ പൂജകൾക്കും മറ്റും പോകാൻ തീരുമാനിക്കുന്നു. അതിനുശേഷം അപ്രതീക്ഷിതമായി ചില അമാനുഷിക കാര്യങ്ങൾ സംഭവിക്കുന്നു. സിനിമയുടെ തുടക്കത്തിൽ ഒരു ഗാനമേള ട്രൂപ്പ് കാണിക്കുന്നു. ആ ട്രൂപ്പിൽ ഗിറ്റാർ വായിക്കുന്നത് പ്രഭേന്ദു ആയിരുന്നു. ഇവരുടെ ട്രൂപ്പ് യൂറോപ്പിലെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ 15 പേരുള്ള ട്രൂപ്പിൽ പ്രഭേന്ദു ഒഴികെ ബാക്കി എല്ലാവർക്കും വിസ വന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പ്രഭേന്ദുവിന്റെ സ്പോൺസർ പ്രഭയെ ഒഴിവാക്കിയതായിരുന്നു. വീട്ടുകാരോട് പിണങ്ങി പ്രഭേന്ദു മുംബൈയിലെ ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു താമസം. എന്നാൽ യൂറോപ്പിൽ പ്രോഗ്രാമിന് പോകുകയാണല്ലോ എന്നോർത്ത് പ്രഭേന്ദു റൂം വെക്കേറ്റ് ചെയ്തിരുന്നു. ഇതറിഞ്ഞ ട്രൂപ്പ് മാനേജർ അവനെ നാട്ടിലേക്ക് പോകാൻ നിർബന്ധിക്കുന്നു. വേറെ വഴിയില്ലാതെ പ്രഭേന്ദു പാലക്കാടായ തന്റെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അത്യാവശ്യം പണക്കാരായ ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ ഒരംഗമാണ് പ്രഭേന്ദു. ശബരിമലയിൽ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്ത ആളായിരുന്നു പ്രഭേന്ദുവിന്റെ അച്ഛൻ. അദ്ദേഹത്തിന്റെ സപ്തതി ആഘോഷം ഇപ്പൊ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പങ്കെടുക്കാനായി മിനിസ്റ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രഭേന്ദുവിനാണെങ്കിൽ ഒരു ചേട്ടൻ കൂടിയുണ്ട്. ചേട്ടനാണെങ്കിൽ VIP പൂജകൾക്കൊക്കെ വേണ്ടി വിദേശത്തായിരിക്കും. വീട്ടിലുള്ള എല്ലാവരും തന്നെ പൂജാ കർമ്മങ്ങളായി നടക്കുകയാണെങ്കിലും പ്രഭേന്ദു മാത്രം ഒരു നിരീശ്വര വിശ്വാസിയായിരുന്നു. വീടിന് മുൻപിൽ സപ്തതി ആഘോഷം നടക്കുന്നതിനാൽ തന്നെ വീടിന് പുറകുവശത്തു കൂടെയാണ് പ്രഭേന്ദു വന്നത്. വീടിന് പുറകിലായി തന്റെ അമ്മ വളർത്തിയിരുന്ന ഒരു പട്ടിയുണ്ടായിരുന്നു. പ്രഭേന്ദുവിന്റെ അമ്മ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്. അങ്ങനെ പ്രഭേന്ദു സപ്തതി ആഘോഷത്തിലൊന്നും പങ്കെടുക്കാതെ നേരെ മുറിയിലിരിക്കുന്ന തന്റെ വല്യച്ഛന്റെ അടുത്തേക്കാണ് പോകുന്നത്. വല്യച്ഛനുമായി സംസാരിച്ച ശേഷം പ്രഭേന്ദു തന്റെ കസിനായ രൂപേഷിന്റെ അടുത്തേക്ക് പോകുന്നു. രൂപേഷ് ആണെങ്കിൽ അത്യാവശ്യം പൂജകളും കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു പോവുകയായിരുന്നു. പ്രഭേന്ദു തിരിച്ചു പോകുന്നത് വരെ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ എന്ന് അറിയാനായിരുന്നു രൂപേഷിനെ കാണാൻ ചെന്നത്. എന്നാൽ രൂപേഷിന്റെ കൂടെ ഉണ്ടായിരുന്ന പരികർമ്മിയെ ഒഴിവാക്കാനിരിക്കായിരുന്നു രൂപേഷ്. അതുകൊണ്ട് തന്റെ അസിസ്റ്റന്റായി കൂടെ കൂടിക്കോളാൻ രൂപേഷ് പ്രഭേന്ദുവിനോട് പറയുന്നു. ഒരു നിരീശ്വര വിശ്വാസിയായിരുന്ന പ്രഭേന്ദു ആദ്യം നോ പറഞ്ഞെങ്കിലും അവസാനം രൂപേഷിന്റെ നിർബന്ധത്തിന് വഴങ്ങി വരാമെന്ന് സമ്മതിക്കുന്നു. പ്രഭേന്ദു 20 വയസ്സ് വരെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തിരുന്ന ആളായിരുന്നു. അതിനുശേഷമാണ് ഗിറ്റാർ തന്റെ പാഷനായി തിരഞ്ഞെടുത്തതും പൂജാകർമ്മങ്ങളെല്ലാം നിർത്തി അതിലേക്ക് മാറിയതും. ഇടയ്ക്കൊക്കെ സ്റ്റുഡിയോ റെക്കോർഡിങ്ങിനും പ്രഭേന്ദു പോകാറുണ്ടായിരുന്നു. പ്രഭേന്ദു പൂജാകർമ്മങ്ങൾ ചെയ്യാതെ ഗിറ്റാറുമായി നടക്കുന്നതിൽ പ്രഭേന്ദുവിന്റെ അച്ഛനായ നീലകണ്ഠൻ നമ്പൂതിരിക്ക് ചെറിയൊരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രഭേന്ദു വീണ്ടും പൂണലൊക്കെ ധരിച്ച് രൂപേഷിന്റെ കൂടെ പൂജാകർമ്മങ്ങൾക്ക് പോകാൻ തുടങ്ങി. ഒരിക്കൽ പൂജാകർമ്മം ചെയ്യാൻ പോയ സ്ഥലത്ത് വെച്ച് രൂപേഷിന് ചെറിയ പരുക്ക് പറ്റുകയും കഴുത്താനക്കാൻ പറ്റാതെ വരികയുമാണ്. അതുകൊണ്ട് രൂപേഷ് ഏറ്റെടുത്ത പൂജകളെല്ലാം തന്നെ പ്രഭേന്ദുവിനോട് ചെയ്യാൻ പറയുന്നു. ഒപ്പം കിട്ടുന്ന പണത്തിന്റെ ഒരു വിഹിതം തനിക്ക് തരാനും രൂപേഷ് പറയുന്നു. അങ്ങനെ പിന്നീടുള്ള പൂജകളെല്ലാം നടത്തിയിരുന്നത് പ്രഭേന്ദു ഒറ്റയ്ക്കായിരുന്നു. അതിനിടയിൽ റെക്കോർഡിങ്ങിനായ സ്റ്റുഡിയോയിലും പ്രഭേന്ദു പോകാറുണ്ടായിരുന്നു. അങ്ങനെ പ്രഭേന്ദു ചെയ്തിരുന്ന ഒരു മ്യൂസിക് ഹിന്ദി മൂവി ചെയ്തിരുന്ന ഒരു ഡയറക്ടർക്ക് ഇഷ്ടപ്പെടുന്നു. ആ ഡയറക്ടർ തന്റെ ഒരു പ്രൊജക്ടിനായി പ്രഭേന്ദുവിന്റെ മ്യൂസിക് നേരിട്ട് കേൾക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ തരക്കേടില്ലാതെ പ്രഭേന്ദുവിന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ദമ്പതികളുടെ +2 പഠിക്കുന്ന മകന്റെ ദേഹത്തുള്ള ബാധയെ ഒഴിപ്പിക്കാനുള്ള ഒരു പൂജ കിട്ടുന്നത്. ഇതറിഞ്ഞ പ്രഭേന്ദു രൂപേഷിനോട് തനിക്ക് പ്രേതബാധയെ ഒഴിപ്പിക്കാനുള്ള പൂജയൊന്നും അറിയില്ല എന്ന് പറയുന്നു. അതിന് രൂപേഷ് അതിന്റെ മന്ത്രങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് പ്രഭേന്ദുവിനെ ആ പൂജയ്ക്കായി തയ്യാറെടുപ്പിക്കുന്നു. അങ്ങനെ രൂപേഷ് തന്ന ധൈര്യത്തിൽ പ്രഭേന്ദു പ്രേതബാധ ഒഴിപ്പിക്കാൻ ആ ഫ്ലാറ്റിലെത്തി. ബാധ കൂടി കുട്ടിയാണെങ്കിൽ തന്റെ കൂടെ എപ്പോഴും ഒരു പെൺകുട്ടി ഉണ്ടെന്നും അത് തന്നോട് സംസാരിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ആ പയ്യൻ വളരെയധികം പേടിച്ചിരുന്നു. ആരുടെ മുഖത്തേക്ക് പോലും നോക്കാത്ത അവിനാശിനെ കണ്ട് പ്രഭേന്ദു മകനെ ഡോക്ടറെ കാണിച്ചില്ല എന്ന് ചോദിക്കുന്നു. അതിനവർ ഡോക്ടറെ കാണിച്ചതാണെന്നും ഇപ്പം മരുന്ന് കഴിക്കുന്നുണ്ടെന്നും പറയുന്നു. പൂജയിൽ വിശ്വാസമില്ലാത്ത അയാൾ അവന്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴിക്കാണ് ഇപ്പൊ പൂജ ചെയ്യുന്നതെന്ന് അവന്റെ അച്ഛൻ പറയുന്നു. അങ്ങനെ ആ പൂജയ്ക്ക് ശേഷം ആ പയ്യൻ നോർമലാവുകയാണ്. ഇത് കാണുന്ന പ്രഭേന്ദു ആകാൻ ഞെട്ടിപ്പോവാണ്. കാരണം പൂജകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പ്രഭേന്ദുവിന് ഇപ്പോഴും ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. അങ്ങനെ പൂജ ചെയ്ത് മടങ്ങുന്ന സമയം രൂപേഷിന്റെ പഴയ പരികർമ്മി പ്രഭേന്ദുവിനെ ഭീഷണിപ്പെടുത്തി തന്നെ പരികർമ്മിയാക്കണമെന്ന് പറയുന്നു. എന്നാൽ പ്രഭേന്ദുവിനെ ഭീഷണിപ്പെടുത്തി പോകുന്ന വഴി വണ്ടി നിയന്ത്രണം വിട്ട് അപ്പോൾ തന്നെ ആക്സിഡന്റ് ആവുകയാണ്. അടുത്ത ദിവസം പ്രഭേന്ദുവിന്റെ വീട്ടിലേക്ക് ഒരു കൊറിയർ വരുന്നു. അത് പ്രഭേന്ദുവിനെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നും പേ ചെയ്ത ഒരു കുർത്തിയായിരുന്നു. മാത്രമല്ല പ്രഭേന്ദുവിന്റെ ഫോണിൽ ധാരാളം പുതിയ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തതായും കാണുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രഭേന്ദു തന്റെ വല്യച്ഛനോട് പറയുന്നു. അന്ന് രാത്രി പ്രഭേന്ദു ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം തന്റെ റൂമിൽ തന്റെ ഫോണും എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നു. അത് കാണുന്ന പ്രഭേന്ദു ഞെട്ടിപ്പോകുന്നു. ഒപ്പം ആ പെൺകുട്ടിയും പേടിച്ചു പോകുന്നു. പേടിച്ച് പ്രഭേന്ദു അന്ന് രാത്രി വല്യച്ഛന്റെ മുറിയിൽ പോയി കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം ഉറക്കം എഴുന്നേറ്റ് പ്രഭേന്ദു താനൊരു സ്വപ്നം കണ്ടതാണെന്ന് കരുതി തന്റെ റൂമിലേക്ക് ചെന്നതും ഇന്നലെ താൻ കണ്ട പെൺകുട്ടി കട്ടിലിരിക്കുന്നു. അവളുടെ സംസാരത്തിൽ നിന്നും അവൾ ആരാണെന്ന് പ്രഭേന്ദു മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ബാധ ഒഴിപ്പിക്കലുണ്ടായിരുന്നില്ലേ, അവിടെ നിന്നും ആ ബാധ തന്റെ കൂടെ വന്നതാണെന്ന് പ്രഭേന്ദു മനസ്സിലാക്കുന്നു. അതിനുശേഷം പ്രഭേന്ദു അവിനാശിനെ ചികിത്സിച്ച ഡോക്ടറെ കാണാൻ പോകുന്നു. താൻ മാത്രം ഒരു പെൺകുട്ടിയെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഡോക്ടറോട് പറയുന്നു. എല്ലാം കേട്ട ശേഷം ഡോക്ടർ അവിനാശിന്റെ ദേഹത്ത് നിന്നും ബാധ ഒഴിപ്പിച്ചതുപോലെ ഒരു പൂജ ചെയ്ത് ബാധയെ ഒഴിപ്പിച്ചാൽ പോരെ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. അതിന് പ്രഭേന്ദു ഞാനൊരു നിരീശ്വര വിശ്വാസിയാണെന്ന്
എന്ന് പറയുന്നു. കൂടാതെ താൻ എങ്ങനെയാണ് നിരീശ്വര വിശ്വാസിയായതെന്നും പറയുന്നു. ഒരു ദിവസം അച്ഛനും ചേട്ടനും വീട്ടിലില്ലാത്ത സമയം പ്രഭേന്ദു അവരുടെ ക്ഷേത്രത്തിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം പ്രഭേന്ദുവിനെ അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. പൂജ കഴിഞ്ഞിട്ട് ചെല്ലാമെന്ന് കരുതി അവൻ പോയില്ല. അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞ ശേഷം അവൻ ചെന്ന് നോക്കുമ്പോൾ അമ്മ തറയിൽ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അതിനുശേഷം പ്രഭേന്ദു നിരീശ്വര വിശ്വാസിയായി മാറി. എല്ലാം കേട്ട ഡോക്ടറാണെങ്കിൽ അവന് കുറച്ച് ഉറക്ക ഗുളികകൾ നൽകി. ഉറക്കത്തേക്കാൾ വലിയ മരുന്നില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ അവനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ അന്ന് രാത്രി ഡോക്ടർ കൊടുത്ത ഗുളികയും കഴിച്ച് കിടന്നുറങ്ങിയ പ്രഭേന്ദു കുറച്ചു സമയം കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ വീണ്ടും താൻ കാണുന്ന പെൺകുട്ടി തന്റെ ഫോണും എടുത്ത് തന്റെ മുന്നിലിരിക്കുന്നു. രണ്ടും കൽപ്പിച്ച് പ്രഭേന്ദു താൻ ആരാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടി താൻ ഒരു പ്രേതമാണെന്നും പ്രഭേന്ദുവിന് മാത്രമേ തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന പ്രഭേന്ദു ബോധം നഷ്ടമായി വീഴുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ പ്രഭേന്ദു കസിനായ രൂപേഷിനെ വിളിച്ച് പൂജ ചെയ്യുന്നു. പൂജ ചെയ്ത് ഫലം കണ്ടു എന്ന് പറഞ്ഞ് പണവും വാങ്ങി രൂപേഷ് അവിടെ നിന്നും പോകുന്നു. എന്നാൽ ആ പ്രേതം അവിടെ തന്നെ ഉണ്ടായിരുന്നു. വീണ്ടും അവളെ കാണുന്ന പ്രഭേന്ദു ആകെ ഞെട്ടിപ്പോവാണ്. അവളുടെ സംസാരത്തിൽ നിന്നും അവളൊരു ക്രിസ്ത്യാനിയാണെന്ന് പ്രഭേന്ദു മനസ്സിലാക്കുന്നു. അങ്ങനെ പോകെ പോകെ അവളുള്ള പേടി പ്രഭേന്ദുവിന് പതിയെ ഇല്ലാതായി. അങ്ങനെ ഇരിക്കെ സ്റ്റുഡിയോയിൽ നിന്നും ഒരു കോൾ വരുന്നു. മുംബൈയിൽ നിന്നും ഫേമസ് ആയ മ്യൂസിക് ഡയറക്ടർ ഒരു സോങ് കമ്പോസ് ചെയ്യാൻ പ്രഭേന്ദുവിനെ ക്ഷണിക്കുന്നു. അതിനായി സ്റ്റുഡിയോയിലെത്തി കമ്പോസ് ചെയ്യുമ്പോഴെല്ലാം തന്നെ മ്യൂസിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പ്രഭേന്ദുവിനും പറ്റിയിരുന്നില്ല. ആ സമയം ആ പെൺകുട്ടി വന്ന് ആ സോങ്ങിന് പറ്റിയ മ്യൂസിക് പ്രഭേന്ദുവിന് പറഞ്ഞു കൊടുക്കുന്നു. അവൾ പറഞ്ഞതുപോലെ പ്രഭേന്ദു ആ മ്യൂസിക് പ്ലേ ചെയ്ത് കൊടുക്കുന്നു. ഇത് കേൾക്കുന്ന മ്യൂസിക് ഡയറക്ടർക്ക് അത് വളരെ ഇഷ്ടപ്പെടുകയും മുംബൈയിലേക്ക് പ്രഭേന്ദുവിനെ ക്ഷണിക്കുകയും ചെയ്യാണ്. ആ പെൺകുട്ടി കാരണം പോയെന്ന് കരുതിയ ഓപ്പർച്യൂണിറ്റി തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അതോടെ പ്രഭേന്ദുവിന് അവളുള്ള ഭയം മാറി അവർ തമ്മിൽ ഫ്രണ്ട്സ് ആവുകയാണ്. അവൾക്ക് തന്റെ പേരോ നാടോ ഒന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. അവളുടെ ആവശ്യം താൻ ആരായിരുന്നു എന്ന് കണ്ടെത്തുക എന്നതായിരുന്നു. പ്രഭേന്ദു അതിന് അവളെ സഹായിക്കാമെന്ന് വാക്ക് കൊടുക്കുകയാണ്. അവൾ ഒരു ഡിലൂഷൻ ആയതുകൊണ്ട് തന്നെ അവളെ ഡിലൂലു എന്ന് വിളിക്കാൻ പ്രഭേന്ദു തീരുമാനിക്കുന്നു. അവൾക്ക് കഴിഞ്ഞ കാലം ഒന്നും ഓർമ്മയില്ലെങ്കിലും മരിക്കുന്നതിന് മുമ്പ് അവളുടെ ആരോ യെസ് എന്ന് പറയുന്നത് മാത്രം അവൾക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് അവൾ ആരാണെന്ന് കണ്ടെത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു ദിവസം പ്രഭേന്ദും അച്ഛനും പിണങ്ങാനുണ്ടായ കാരണം എന്താണെന്ന് ഡിലൂലു ചോദിക്കുന്നു. അതിന് പ്രഭേന്ദു അമ്മ മരിച്ച ശേഷം അമ്മ വളർത്തിക്കൊണ്ടിരിക്കുന്ന പട്ടിയെ അവസാനമായി ഞാൻ അമ്മയെ കാണിക്കാൻ കൊണ്ടുപോയി. അവിടുന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അച്ഛനെ എന്നെയും പപ്പുവിനെയും ഇറക്കി വിട്ടു. കാരണം അച്ഛന് മൃഗങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്നില്ല. ചടങ്ങുകൾ കഴിയുന്നത് വരെ ഞാനും പപ്പുവും പുറത്തിറങ്ങി നിന്നു. അമ്മയുടെ അടുത്ത് അവസാനമായി ഇരിക്കാനുള്ള അവസരമാണ് അച്ഛൻ കാരണം അന്നില്ലാതായത്. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ മിണ്ടാറില്ല എന്ന് പ്രഭേന്ദു പറയുന്നു. പിണക്കമെല്ലാം മാറ്റിവെച്ച് പ്രായമായി വരുന്ന അച്ഛനോട് സംസാരിക്കാൻ വേണ്ടി ഡിലോലു പറയുന്നുണ്ട്. അതിനുശേഷം റെക്കോർഡിങ്ങിന് വേണ്ടി മുംബൈയിലേക്ക് ഡയറക്ടർ ക്ഷണിക്കുന്നു. അതിനുവേണ്ടി ഫ്ലൈറ്റിൽ പോകുന്ന സമയം ഡിലോലുവിന് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. താൻ പഠിച്ചത് ബാംഗ്ലൂരിലാണെന്നും കൊച്ചി എയർപോർട്ട് വഴിയാണ് താൻ ബാംഗ്ലൂരിലേക്ക് പോയതെന്നും എല്ലാം പ്രഭേന്ദുവിനോട് പറയുന്നു. അതിന് പ്രഭേന്ദു അവസാനമായി യെസ് പറഞ്ഞത് ആരായിരുന്നു എന്ന് ചോദിക്കുന്നു. എന്നാൽ മറ്റൊന്നും തന്നെ അവൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മുംബൈയിലെത്തിയ ശേഷം പ്രഭേന്ദു തന്റെ റെക്കോർഡിംഗ് എല്ലാം തന്നെ നല്ല രീതിയിൽ ചെയ്തു തീർത്തു. അവിടെ വെച്ച് പ്രഭേന്ദു സാദിയ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. സാദിയ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ വിഷമത്തിലായിരുന്നു. പ്രഭേന്ദു തിരിച്ച് നാട്ടിലേക്ക് വരുന്ന അതേ ഫ്ലൈറ്റിൽ തന്നെയായിരുന്നു സാദിയും ഉണ്ടായിരുന്നത്. ഫ്ലൈറ്റിൽ വെച്ച് അവർ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാവുകയാണ്. പ്രഭേന്ദുവിനോട് സംസാരിച്ച ശേഷം ബ്രേക്കപ്പ് ചെയ്തതിനുള്ള വിഷമമെല്ലാം സാദിയ മറക്കുന്നു. സാദിയുടെ ബ്രേക്കപ്പ് സ്റ്റോറി കേട്ടപ്പോൾ ഡിലൂലുവിന് പഴയ ഓർമ്മകൾ കിട്ടുന്നു. താനും ആരെയോ പ്രണയിച്ചിരുന്നുവെന്ന് ഡിലൂലു പ്രഭേന്ദുവിനോട് പറയുന്നു. എന്നാൽ അയാളുടെ പേരോ മുഖമോ ഒന്നും തന്നെ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ നാട്ടിലെത്തി പോകാൻ നേരം സാദിയ പ്രഭേന്ദുവിനെ തന്റെ കസിന്റെ വിവാഹത്തിന് ക്ഷണിക്കുന്നു. വീട്ടിലെത്തിയ പ്രഭേന്ദു തന്റെ അമ്മ വളർത്തിയ പട്ടിക്കുട്ടി അച്ഛൻ കെയർ ചെയ്യുന്നത് കാണുകയാണ്. ജീവികളെ ഇഷ്ടമില്ലാത്ത അച്ഛൻ പപ്പുവിനെ കെയർ ചെയ്യുന്നത് കാണുമ്പോൾ പിണക്കമെല്ലാം മറന്ന് പ്രഭേന്ദു അച്ഛനോട് സംസാരിക്കുന്നു. പിറ്റേ ദിവസം പ്രഭേന്ദു സാദിയുടെ കസിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ഒപ്പം ഡിലൂലുവും പോകുന്നു. എന്നാൽ സ്വാതിയും പ്രഭേന്ദുവും കൂടുതൽ അടുക്കുന്നത് കാണുമ്പോൾ ഡിലൂലുവിനും ജലസാവാൻ തുടങ്ങി. അവർ തിരിച്ചു പോകുമ്പോൾ കാറിൽ വെച്ച് ഡിലൂലു പ്രഭേന്ദുവിനോട് തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. എന്ത് പറയണമെന്നറിയാതെ പ്രഭേന്ദു അവളെ പറഞ്ഞു മനസ്സിലാക്കുന്നു. പ്രാക്ടിക്കലായി ചിന്തിക്കാൻ അവളോട് പറയുന്നു. ആ സമയം സ്വാതിയുടെ കോൾ വരുന്നു. ഡിലൂലുവിന്റെ മുന്നിൽ നിന്നും സംസാരിക്കാൻ പ്രഭേന്ദുവിനും ബുദ്ധിമുട്ടുണ്ടാകുന്നു. തനിക്ക് കുറച്ച് പ്രൈവസി വേണമെന്ന് പറഞ്ഞ് പ്രഭേന്ദു ഒന്നും നോക്കാതെ കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്നൊരു വാഹനം വരികയും ജസ്റ്റ് മിസ്സിന് തട്ടാതെ പോവുകയാണ്. ഇത് കാണുന്ന ഡിലൂലുവിന് അവളുടെ ഓർമ്മകളെല്ലാം തന്നെ തിരിച്ചു കിട്ടുന്നു. അച്ഛനും അമ്മയും ബ്രദറും അടങ്ങുന്ന ഒരു ചെറിയ ഫാമിലി ആയിരുന്നു ഡിലൂലുവിൻ്റെത്. തനിക്കൊരു പ്രണയമുണ്ടെന്നും അയാളെ ഞാൻ പ്രപ്പോസ് ചെയ്തോടെ എന്നും ഡിലൂലു പാരൻസിനോട് ചോദിക്കാണ്. അതിന് ഡിലൂലുവിന്റെ അമ്മ ഇയാൾക്ക് നിന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. അത് തനിക്കറിയില്ല എന്നും ഞങ്ങൾ തമ്മിൽ ഇമോഷണലി നല്ല കണക്റ്റഡ് ആണെന്നും പറയുന്നു. പിന്നെ അയാൾ ഒരു ഹിന്ദുവാണ്, എന്നെക്കാളും കുറച്ച് പ്രായം കൂടുതലുമുണ്ട്. ഇത് കേൾക്കുന്ന അമ്മയ്ക്കാണെങ്കിൽ വലിയ താല്പര്യമില്ലെങ്കിലും അച്ഛൻ്റെയും മകളുടെയും താല്പര്യത്തിന് നിന്ന് കൊടുക്കുകയാണ്. അങ്ങനെ അവൾ പാരൻസിനെയും കൂട്ടി അവനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. അവൾ കാറിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അയാളിൽ നിന്നും തനിക്കിന്ന് വരാൻ പറ്റില്ല എന്നൊരു മെസ്സേജ് ഡിലൂലുവിന് കിട്ടുന്നത്. ആ മെസ്സേജ് കണ്ട് അവൾ ഒരുപാട് വിഷമിക്കുന്നു. താൻ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന കാര്യം അയാൾ അറിഞ്ഞു എന്നും ഇനി അയാൾ വരില്ല എന്നും പറഞ്ഞ് അവൾ ആകെ വിഷമിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല എന്ന് പറഞ്ഞ് അച്ഛൻ അവളെ സമാധാനിപ്പിക്കുന്നു. ഇനി ചിലപ്പോൾ അവൻ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഞാനൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും പുറകിൽ നിന്ന് വന്ന വണ്ടി അവളെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. പിന്നെ കാണിക്കുന്നത് ഐസിയുൽ കോമ സ്റ്റേജിൽ കിടക്കുന്ന ഡിലൂലുവിനെയാണ്. അവൾക്ക് ആക്സിഡന്റ് ആയതറിഞ്ഞ് സ്കൂളിൽ നിന്നും അവളുടെ അനുജനും എത്തിയിരുന്നു. അനുജനെ സ്കൂളിൽ നിന്നും കൊണ്ടുവന്നത് അവിനാശായിരുന്നു. ബ്രെയിൻ ഡെത്തായി കിടക്കുന്ന ഡിലൂലുവിന്റെ അടുത്തേക്ക് അച്ഛനും അനുജനും വരുന്നു. അവന്റെ യേസും കൂടി കിട്ടിയ ശേഷം വേണം അവളെ ഓർഗൻ ട്രാൻസ്പ്ലാന്റിനായി വിട്ടുകൊടുക്കാൻ.
അതായിരുന്നു അവൾ അവസാനമായി കേട്ട യെസ് എന്ന വാക്ക്. അവിടുന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ ഡിലുലുവിനെയും പ്രഭേന്ദുവിനെയും കാണിക്കുന്നു. എല്ലാ കാര്യങ്ങളും അവൾ പ്രഭേന്ദുവിനോട് പറയുന്നു. ശേഷം ശരിക്കുള്ള തൻ്റെ പേര് ഡിലുലു അല്ല എന്നും മായ മാത്യു ആണെന്നും പറയുന്നു. അതോടെ താൻ ആരാണെന്ന് അറിഞ്ഞതോടെ ഡിലുലു അവിടെ നിന്നും മാഞ്ഞു പോന്നു. അതോടെ പ്രഭേന്ദുവിന് ആകെ സങ്കടമായി. അതോടെ തനിക്ക് എന്തൊക്കെയോ നഷ്ടമായി എന്നൊരു ഫീലായിരുന്നു പ്രഭേന്ദുവിന്. ആ വിഷമത്തിൽ എല്ലാ കാര്യങ്ങളും പ്രഭേന്ദു തൻ്റെ വല്യച്ഛനോട് പറഞ്ഞു. എല്ലാം കേട്ട ശേഷം വല്യച്ഛൻ പ്രഭേന്ദുവിനോട് അവൾ സ്നേഹിച്ച പയ്യനെ കണ്ടെത്തി അവളുടെ പാരൻസിനെ കൊണ്ട് കാണിക്കണമെന്ന് പറയുന്നു. എന്നാൽ മാത്രമേ അവളുടെ ആത്മാവിന് മോക്ഷം കിട്ടുകയുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം പ്രഭേന്ദു ഡിലുലുവിന്റെ വീട്ടിൽ ചെല്ലുന്നു. അവിടുന്ന് ഡിലുലുവിന്റെ അമ്മയോട് താൻ മായയുടെ ഒരു ഫ്രണ്ടാണെന്ന് പറയുന്നു. അങ്ങനെ അവർ മായയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നു. അവസാനം പോകാൻ ഇറങ്ങുമ്പോൾ മായയുടെ അമ്മ പ്രഭയുടെ അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന ആള് നിങ്ങളായിരുന്നില്ല എന്ന് ചോദിക്കുന്നു. അതിന് പ്രഭേന്ദു അതേ എന്ന് മറുപടി നൽകുകയാണ്. അങ്ങനെ ഒരു ചെറു കാറ്റിലൂടെ അവളുടെ സന്തോഷം കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി അവസാനിക്കാണ്. ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.